ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും ഉമ്മ മഞ്ഞക്കിളി വന്നു. ഞാൻ ദിവസം പറയുന്നത് കേട്ടോ. ഇന്ന് ഞാനേ ഇന്നമ്മ ഇതാ മത്തനല്ല മത്തന്റെ ഇതില്ലേ, അതുകൊണ്ട് എന്റെ അമ്മ വയ്ക്കും പോലെ ഒരു നല്ലതായിരിക്കും, നല്ലതാണ്. നീ വലിയ കാര്യമൊന്നും പറയണ്ട കേട്ടോ. അത് ഇത് നല്ല ടേസ്റ്റാണ്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് ഞാൻ വേറെ തരില്ല. പിന്നെ എപ്പോഴും നല്ലതാണ് നല്ലതാണെന്ന് ആക്കിട്ട് പറയുന്ന സ്വഭാവമില്ല. എനിക്ക് കൂട്ടാനാണ്, മനസ്സിലായോ? വാഴയുടെ എന്റെ ആൾക്കാർക്ക് ഇത് കാണിക്കും. വാഴയുടെ ഇല ഒന്നും കിട്ടിയില്ലേ? വാഴയില ഒന്നും കിട്ടിയില്ലേ അമ്മ? അല്ല, അത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് കുറ്റമല്ല അമ്മ, കുറ്റം പറഞ്ഞില്ല. ഞാൻ സംശയങ്ങൾ ചോദിച്ചാണ്. മത്തനും വിടില്ല, അതിന്റെ ഇലയിലും വിടില്ല. വള്ളി എന്ത് ചെയ്യും? മത്തൻ വള്ളി മൂക്കാത്താണെങ്കിൽ അതുകൊണ്ട് ഞാൻ തോരൻ വെക്കും. അതെല്ലേ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായി. ഒരു സാധനം അത് കഴിക്കാനുള്ള തന്നാ പോരാ, അതിന്റെ വള്ളി അടക്കം മുറിക്കും. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. ഒത്തിരി മഞ്ഞപ്പൊടി ഏതിലും ഇടുന്നത് നല്ലതാണ്. അതിനാണ്. പിന്നെതാ ഇതെന്താ അറിയോ? അതെന്താ? ഇത് കാന്താരി മുളകും വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടി ചതച്ചതാണ്. ഇതിന് വേറെ ഒന്നും വേണ്ട അല്ലേ? ഇത്രേ വേണ്ടു. ഇത്ര മാത്രം മതി. കാന്താരി മുളകും വെളുത്തുള്ളി ചെറിയുള്ളി അതും കൂടി ചതച്ചത്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു എന്താ കുഴപ്പം. അപ്പൊ അതിട്ടു. എന്തിനു ചതച്ചാണ് അതെന്നീ അറിയണ്ട. അത് കല്ലിന്റെ ചതച്ചാണ്, മിക്സിയിലല്ല കേട്ടോ. ഇടികല്ലില്ലേ. ഇനി എന്താ? പിന്നെതാ ഉപ്പ്. ഈ ഉപ്പിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിട്ടിട്ട് ഞാൻ അരച്ച് വെക്കട്ടെ. ഉപ്പ് പാകത്തിനിടാൻ പറ്റും. ഇതിന് അധികം ഉപ്പൊന്നും വേണ്ട. എന്താ പറഞ്ഞത്, ഇല ചുങ്ങും. നീ ഇത് കണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ, അമ്മ എന്താ ഇത്രയും ഇല അമ്മ ഒറ്റയ്ക്ക് കൂട്ടും അല്ലേ? സത്യം ഇല്ലേ? വിചാരിച്ചില്ലേ? എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതൊന്ന് അരച്ച് കഴിഞ്ഞാൽ അമ്മക്കിപ്പോ എല്ലാം മനസ്സിലാവാൻ തുടങ്ങിയല്ലോ. എല്ലാം മനസ്സിലാവും. നീ നോക്കണ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഇത് നോക്കപ്പോ ഇത്രയൊക്കെ കൂട്ടും. എന്റെ അമ്മ നോക്കിയത് അത് ചുങ്ങും. ഈ ഉപ്പിന്റെ കാര്യം ഞാൻ പറയട്ടെ. ഉപ്പ് പെട്ടല്ല. അപ്പൊ നിങ്ങൾക്ക് നോക്കണ്ടാവുന്നല്ലോ. എങ്ങനെ ഇതിപ്പോ ഞാൻ ഇതിലിതാ ഇത്ര ഉപ്പ് മതി എന്ന് പറഞ്ഞിട്ട് അതല്ല. ഇപ്പൊ ഇത് ഇത്രയും സാധനം ഉണ്ട്. അപ്പൊ അമ്മ എത്ര ഉപ്പിട്ടല്ലോ എന്നൊക്കെ എന്നെ ഇപ്പൊ നീ ആലോചിച്ചു. നീ നോട്ടൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതെന്താ അറിയോ? ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്. അതായത് നമ്മൾ പറയും 1 സ്പൂൺ ഉപ്പ് 1/2 സ്പൂൺ ഉപ്പ് എന്നൊക്കെ പറയും. പക്ഷെ അതല്ല ശരിക്കും. വാസ്തവത്തില് ഉപ്പിടുന്നതൊക്കെ നമ്മുടെ മൈൻഡാണ്, നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണ്. ഇത്ര ഉപ്പ് ഇതിന് വേണം എന്നുള്ളത് നമ്മുടെ മൈൻഡാണ് പ്രവർത്തിക്കുന്നത്, മനസ്സിലായോ? അതുപോലെ മനുഷ്യന്റെ ജീവിതമായിട്ട് അതിനൊരു ബന്ധം എന്താണെന്നറിയോ? അതെന്തറിയോ? അപ്പൊ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഭയങ്കര വിനയം കാട്ടുമെന്ന് വെക്കി. ഭയങ്കര വിനയം കാട്ടുമ്പോ പറയും, അതേ അയ്യോ ഇവന്റെ ഈ അതിവിനയം അത്ര നല്ലതല്ല, മനുഷ്യ സഹജമായ സ്വഭാവം അല്ല പറയും. അതേ ഒരുപാട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത എന്താ അവന്റെ അഹങ്കാരം, എന്തൊരു അഹങ്കാരത്തോടെ അവൻ സംസാരിക്കുന്നത് പറയും. പിന്നെ ഏതു നേരം തമാശയും കളിയും പറയുമ്പോ പറയും ഒരു വിവരം ഇല്ല, ഒരു കോമാളിക ടൈപ്പ്, ജീവിക്കാൻ അറിയാത്തവൻ. എന്താ ജീവിതത്തിന് എങ്ങനെയാണോ അതേപോലെ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാലും ഈ സാധനത്തിന് ടേസ്റ്റ് ഇല്ല, കൂടിയാലും ടേസ്റ്റ് ഇല്ല. അതിന്റെ പാകത്തിനാണ് അത് ഇട്ടാലാണ് അതിന്റെ രുചി കിട്ടും. അപ്പൊ നമ്മുടെ പെരുമാറ്റം, ജീവിതം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വ്യക്തികളായിട്ട് പെരുമാറുമ്പോൾ 4 ആൾക്കാരുടെ ഇടയിൽ പോകുമ്പോൾ ഒന്നും അമിതമാവരുത്. അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അമിത ആവാനും പാടില്ല, കുറയാനും പാടില്ല. അതെന്തിനപ്പോ ഈ ഉപ്പിന് പോകുമ്പോ എനിക്ക് മനസ്സിലായില്ലേ? ഉപ്പ് നല്ല ഉപ്പമേടായിരുന്നു. അതിനാണ് കേട്ടോ. കേട്ടോ ഇത് എത്രയായി കണ്ടപ്പോ നീ? ശരിയാണ് അമ്മ പറഞ്ഞത്. കാരണം എന്താ അറിയോ? ഉപ്പ് കൂടുതലായ ഭക്ഷണം കേടുവരും, ഉപ്പ് കുറഞ്ഞ ഭക്ഷണത്തിന്റെ രുചി പോകും. അപ്പോൾ നമ്മുടെ സ്വഭാവവും ഒന്നും അധികമാവരുത്. എന്താണെങ്കിലും അതിനൊരു എന്താ പറയുക, കണക്കുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ പറഞ്ഞ പോലെ ഏതു നേരം തമാശ പറഞ്ഞാൽ കോമാളിയാവും, ഏതു നേരം ഒരു ഗൗരവത്തിൽ നടന്നു കഴിഞ്ഞാൽ അഹങ്കാരിയാവും, പിന്നെ ഏതു നേരം ആവശ്യത്തിന് കൂടുതൽ എന്തിനും വിനയം കാണിച്ചു കഴിഞ്ഞാൽ അമ്പട കള്ള, ഇവന്റെ ഉള്ളിൽ വേറെ എന്തോ ഉണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ ഇങ്ങനൊരു കാര്യം പറയാം. അനുഭവം എന്ന് പറയുന്നത് നമ്മൾ അറിയാണ്ട് വരുന്ന ഒന്നാണ്. അത് പറഞ്ഞിട്ടൊന്നല്ല വരിക അനുഭവം. ആ അനുഭവം നമ്മൾ അനുഭവം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ
പക്ഷേ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപാട് പറഞ്ഞ് പഠിപ്പിക്കും, പാഠങ്ങൾ പഠിപ്പിച്ചിട്ടേ അത് പോവുള്ളൂ അല്ലേ? നന്നായിട്ട് കേട്ടോ. ഒന്നും അറിയിക്കാതെ വന്ന് അനുഭവത്തോടെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ പോവുള്ളൂ, പഠിപ്പിക്കേണ്ടത് പോവുകയില്ല. ഒരു അനുഭവം വരാണ്ട് നമ്മൾ പാഠം പഠിക്കില്ല. നമ്മുടെ എത്ര തന്നെ നമ്മളോട് ഒരാള് എന്തൊക്കെ നമ്മുടെ അവരുടെ അനുഭവങ്ങളൊക്കെ പറയായിരിക്കും, പക്ഷെ നമുക്കൊരു അനുഭവം വരുമ്പോൾ മാത്രമേ നമ്മൾ അതിന്റെ വാസ്തവത മനസ്സിലാക്കൂ. അപ്പോൾ അനുഭവം അറിയാണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അത് വന്നു കഴിഞ്ഞാലോ നമ്മളെ പലതും പലതും പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ. അപ്പൊ അനുഭവമാണ് യഥാർത്ഥത്തിൽ ഗുരു അല്ലേ? ആണോ? ഏത് പുസ്തകം പഠിപ്പിക്കുന്നതിനേക്കാളും പുസ്തകം തന്നെ ഒരു അനുഭവമാണല്ലോ. ഒരു പുസ്തകം ഒരാൾ എഴുതുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിന്റെ ഒരു അനുഭവം കൊണ്ടാണല്ലോ എഴുതുക. നമ്മുടെ ജീവിതം അതുപോലെ ഒരു അനുഭവമാണ്. കാരണം അതൊരു അനുഭവം, ഒരു പുസ്തകം തന്നെയാണ് നമ്മുടെ ജീവിതം കൂടി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതം ഒരു പുസ്തകം തന്നെയാക്കി മാറ്റുന്നത്. അപ്പോഴാണ് നമുക്കത് എഴുതാൻ കഴിയുന്നത്. അതുപോലെ ഒരാളോട് ഭയങ്കര അകർച്ച കാട്ടും, ദേഷ്യപ്പെടും, പലതും നമ്മൾ അവരെ വെറുപ്പിക്കണ പോലെയൊക്കെ ചെയ്താലും അവർ വീണ്ടും നമ്മളോട് അടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ അടുത്ത് വീണ്ടും വരും. നമ്മൾ എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടാലും എത്ര അകറ്റി നിർത്താൻ ശ്രമിച്ചാലും അവർ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരില്ലേ? അവരാണ് യഥാർത്ഥ നമ്മളോട് സ്നേഹമുള്ളവർ. കാരണം നമ്മൾ എത്ര അകറ്റിയാലും നമ്മൾ എത്ര ദേഷ്യപ്പെട്ടാലും അവർ നമ്മളെ മനസ്സിലാക്കിയിട്ടില്ലേ, ഇവർ സാധാരണ ദേഷ്യപ്പെട്ടാലും എന്തായാലും ഇവരാണ് എനിക്ക് എന്നുള്ള രീതിയിൽ വരില്ലേ? വീണ്ടും നമ്മളെ തെരഞ്ഞു വരുന്ന വ്യക്തികൾ തേടി നമ്മളെ തേടി വരും. അവരെ ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. അങ്ങനെ 1, 2, 3 പ്രാവശ്യം അവർ നമ്മളോട് അടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളവിടെ ഒഴിവാക്കരുത്. കാരണം അവരാണ് യഥാർത്ഥ ബന്ധു, യഥാർത്ഥ സുഹൃത്ത്, ആര് വേണമെങ്കിലും ആവുക. കാരണം നമ്മൾ എത്ര തന്നെ അവരെ ദേഷ്യപ്പെട്ടാലും മാറ്റി നിർത്തിയാലും വീണ്ടും നമ്മളിലേക്ക് തിരഞ്ഞു വരുന്ന ചില ബന്ധങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ബന്ധങ്ങളെ ഒരിക്കലും ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. തീർച്ചയായിട്ടും അങ്ങനെ എത്രയോ ബന്ധങ്ങളുണ്ട്. അതൊക്കെ ദൈവം നൽകുന്ന ഒരു എന്താ പറയാ അനുഗ്രഹമായ ബന്ധങ്ങളാണ് അല്ലേ? നമ്മളവരെ എപ്പോഴും കാണാം. ചിലരെ അകറ്റി നിർത്തുന്നു, പക്ഷെ അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. അവർ മറ്റുള്ള ചിലരല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രയോ ആൾക്കാരുണ്ട് അതുപോലെ അല്ലേ? ചിലപ്പോൾ നമ്മൾ അകറ്റി നിർത്തും, പക്ഷെ അവരായിരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നത്. അതുപോലെ ഈ മനുഷ്യന് ഒരു ബന്ധങ്ങളിലും അഹങ്കാരം പാടില്ല. എന്താ അറിയുമോ? അഹങ്കാരം, നമ്മൾ ഒരു ബന്ധത്തിൽ അഹങ്കാരം കാട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ആരും അടുക്കില്ല. എന്തിനാ അഹങ്കാരം? നമ്മൾ ഏത് ബന്ധമാണെങ്കിലും, സുഹൃത്ത് ബന്ധമാണെങ്കിലും നമ്മുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അഹങ്കാരമില്ലാതെ അവരോട് പെരുമാറിയാൽ മാത്രമേ അവർ നമ്മളോട് അടുക്കുള്ളൂ. അത് ശരിയാ. കാരണം ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ സ്വയം ഒരു അഹങ്കാരത്തോടെ കൂടിയുള്ള ഇരിപ്പും നിപ്പും ചോദിക്കുന്നതിന് ഒരു 10 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു മറുപടി മാത്രം പറഞ്ഞ് എത്ര പ്രാവശ്യം നമ്മൾ തേടി വരും? അവൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആകെ നെഗറ്റീവ് ഫീൽ വരും. വന്നിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോൾ അഹങ്കാരം കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. എന്നാൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ എത്രത്തോളം സൗമ്യതയോടുകൂടിയും ഒരു 2 മിനിറ്റ് അവർക്ക് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവർ തേടി വരും. അതുപോലെ നമ്മുടെ സ്നേഹത്തെക്കാളും വലിയ യാതൊരു ഇതില്ല. സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. അതിനുവേണ്ടി കൊതിക്കാത്തവരും ആരുമില്ല, അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കാത്തവരും ആരുമില്ല. കിട്ടിയാൽ അത് വേണ്ടാന്ന് പറയില്ല, ആരും പറയില്ല. സ്നേഹം അത് ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമായിരിക്കണം. ഈ കൊടുക്കൽ വാങ്ങലുകളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്നേഹമില്ലേ, ആ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നതാണ് അല്ലേ? നമ്മൾ ഒരാളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ, സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്നേഹം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. അവരത് സ്വീകരിക്കും, ഉറപ്പായിട്ടും സ്വീകരിക്കും. കാരണം അത് അത്രയ്ക്കും കരകളഞ്ഞ സ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ഒരാളെ സ്നേഹിച്ചു എന്ന് വെച്ചോ, അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് തോന്നണമെങ്കിൽ അവരുടെ സ്നേഹം അത്രയും കരകളഞ്ഞ സ്നേഹമായിരിക്കും, അത്രയും ആത്മാർത്ഥമായ സ്നേഹമായിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് അവരുടെ സ്നേഹം നിരാകരിക്കാൻ പറ്റില്ല. അവർ നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ആ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതെന്തോ ഒരു പ്രാക്ടിക്കലായിട്ട് നടന്ന സംഭവമാണല്ലോ. ഇപ്പോൾ കുറച്ച് മാസങ്ങളെല്ലാം ആയിട്ടുള്ളൂ അമ്മ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട്. ആ മാസങ്ങൾക്ക് മുമ്പുള്ള ആദ്യത്തെ വീഡിയോയിലുള്ള അമ്മേനെയും ഇപ്പോഴത്തെ വീഡിയോയിലുള്ള അമ്മേനെയും കണ്ടാൽ മനസ്സിലാവും. ഇതല്ലേ എന്നെ കണ്ടവർക്കും ഇന്നത്തെ എന്നെ കണ്ടുമ്പോഴും മനസ്സിലാവും. കാരണം സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക മുതൽക്കൂട്ട്.
കാരണം എനിക്ക് ഈ സന്തോഷം തന്ന അവരിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇങ്ങനെ, ഈ ആരോഗ്യമാവട്ടെ ഈ സന്തോഷമാവട്ടെ ഒക്കെ അവർ തന്നതാണ് എനിക്ക്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ചിലരെ നേരിട്ട് കാണാതെയാണ്, അവരെന്നെ കാണുന്നുണ്ടെങ്കിലും ഞാൻ അവരെ കാണുന്നില്ല. പക്ഷെ എന്നാലും അവർ തരുന്ന ആ സ്നേഹമില്ലേ, അതെനിക്ക് ഉൾക്കൊണ്ട് എൻ്റെ മനസ്സിൽ എന്നും ഇപ്പോൾ സന്തോഷമാണ്. അത് മാത്രമേ ഞാൻ ഇനി ആഗ്രഹിക്കുന്നുള്ളൂ. അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്, ഇന്ന് എന്താ ജീവിതത്തിനെ പറ്റി ഇത്രയും സന്തോഷത്തിലൊക്കെ പറയാൻ? ഇന്നലെ ഒരു യാത്ര പോയി വന്നപ്പോൾ തൊട്ട് വല്ലാത്തൊരു മാറ്റാണല്ലോ അമ്മയ്ക്ക്. എന്ത് സംഭവിച്ചു? അവിടെ എല്ലാവരും പറയുന്നുണ്ട്, എന്താ പറഞ്ഞ ചില സ്ഥലത്ത് പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മെസ്സേജൊക്കെ വായിക്കാറുണ്ട്, അമ്പുജത്തിന് എന്തുകൊണ്ടെന്നുള്ള മെസ്സേജാണ് വരുന്നത്, നല്ല കാര്യമാണ്, അത് നിന്റെ മുഖത്തും കാണാനുണ്ട് കേട്ടോ, നല്ല ഐശ്വര്യമാണ് കാണാതെ നേരിട്ട് അമ്പടാ ഇതിന്റെ പിന്നാലെ എന്തോ ഉണ്ട്. ചുരിച്ചു സംസാരിക്കാണല്ലോ, എപ്പോഴും മുഖത്ത് ശരിയാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു വിഷാദഭാവം എന്തെങ്കിലും കണ്ടുകളിലെങ്കിലും കാണാൻ പറ്റും. അടുത്തറിയണവരാ, ഇതിപ്പോ യാത്ര ചെയ്ത ക്ഷീണം കൂടി കാണാനില്ലല്ലോ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അടുത്തറിയണവരില്ലേ, അവർക്ക് എന്നെ എന്താ അമ്പുജോ ഒരു ക്ഷീണാണല്ലോ, മുഖത്ത് എന്തോ ഒരു വ്യത്യാസം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവര് പറഞ്ഞു, അമ്പുജത്തിന് കാണാപ്പോ നല്ലൊരു ഐശ്വര്യം വെച്ചാൽ എന്താ പ്രായം പറഞ്ഞു അമ്മ SP ആയല്ലോ എന്ന് ഞാൻ വിചാരിച്ചില്ലേ അമ്മ. എന്ത് ഒരു SP ആയി മാറിയല്ലോ. എന്ത് SP? സ്വയം പുകഴ്ത്തി പോടാ, പുകഴ്ത്തലല്ല, അവര് പറഞ്ഞതാണ്. ആണോ? ഇപ്പൊ എല്ലാം അല്ല അമ്മേനെ ഇവിടെ ആരെങ്കിലും പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടോ? നാണിക്കണമ്മ. അല്ല അവര് പറഞ്ഞപ്പോ എനിക്ക് നാളായി. ഓ ആ ഓർമ്മയിലേക്ക് പോയി അമ്മ. എന്റെ അമ്മോ വയ്യ എനിക്ക്. പാകത്തിലുള്ള തടി മുഖത്ത് എപ്പോഴും കണ്ണുകളിലൊക്കെ ഒരു തിളക്കൊക്കെ വന്നിട്ടുണ്ട്. എനിക്കൊന്നും കാണാനില്ലല്ലോ മങ്ങിയ കണ്ണ്. അല്ല യൂട്യൂബ് തുടങ്ങിയപ്പോ ആളാകെ മാറിപ്പോയി. എന്റെ യൂട്യൂബ് കുടുംബങ്ങളല്ലേ. അതൊക്കെ ശരിയാണ്, അത് അമ്മയ്ക്ക് ഒരു ആരോഗ്യമൊക്കെ വെച്ചു, അതൊക്കെ ഞാൻ അംഗീകരി. കണ്ണുകളുടെ തിളക്കം ആരുടെ കണ്ണിനെ പറ്റിയാ പറഞ്ഞു? അമ്മയുടെ തന്നെയാണോ? ഞാൻ കാണുമ്പോ അതിൽ ആകെ ഒരു തിളക്കൊന്നും കാണാനില്ലല്ലോ. ഇത് നോക്ക്, ആ സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ പറയുമ്പോ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? ഇനി നമുക്കിതാ ഇത്രേ ഉള്ളത്. ഇതിലിതാ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ നമുക്കിതിൽ വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഇതാണ് ഏറ്റവും, ഇത് കൂട്ടിയിട്ടാണ് ഞാനിന്ന് ചോറുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ അത്രയും നിറയെ വെച്ചിട്ട് ഇപ്പൊ എത്ര ഇത് നോക്കി. നാളെ ഞങ്ങളുടെ വാഴയുടെ ഇലയും കൊണ്ട് വരികയായിരിക്കും. ഓടാ, അതുകൊണ്ടൊന്നും ഉണ്ടാക്കാറില്ല അമ്മയ്ക്ക്. വാഴയുടെ ഇലയും കൊണ്ട് എന്താ അടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അല്ലാണ്ട് നമ്മളത് വാഴയുടെ ഇല ഉപ്പേരി വെക്കുക ആരെങ്കിലും എന്തൊക്കെയാ പറയുന്നത്. മൂക്കിപ്പുറം വെച്ച് കേൾക്കല്ലേ, കൊറേ നേരമായി രാവിലെ തൊട്ട് വരയ്ക്കാൻ തുടങ്ങിയതാ. അമ്പടാ നോക്ക് എങ്ങനെയൊക്കെ പകരം വീട്ടിൽ നോക്ക്. അമ്മ ഞാനൊരു കാര്യം പറയട്ടെ, അമ്മേനെ വലിച്ചു കയറ്റാൻ മാത്രം വലിയൊരു മൂക്ക് എനിക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മൊബൈൽ അല്ലമ്മ, ഈ മൊബൈലിന്റെ സ്ക്രീനിലെല്ലാം അമ്മ ഒതുങ്ങുന്നില്ല. അമ്മേനെ ഈ ചെറിയ രണ്ട് മൂക്കിനുള്ളിൽ കയറ്റാൻ പറ്റുന്ന അമ്മ പറയണത്. അമ്മേനെ ആരമ്മ ഇത്ര നേരം ഈ എന്തൊക്കെയോ വേദാന്തങ്ങളൊക്കെ പറഞ്ഞ അമ്മയാണോ ഈ പറയണത്? അല്ല കുറെ ലൈഫ് ലെസന്റെ പാഠങ്ങൾ നന്നായി ഉണ്ടായിരുന്നു. അതിന് ഇടക്ക് കയറിയിട്ട് കോഞ്ഞാട്ട പറയണ്ടാച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു. നല്ല ഫാക്ട്സുകളായിരുന്നു. ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയ എന്നും പറയാറുണ്ടല്ലോ. പക്ഷെ ഇന്ന് മാത്രം അമ്മ അംഗീകരിക്കണുള്ളൂ എന്ന് മാത്രം. കാരണം എന്താ അറിയാം, എന്താന്ന് പറഞ്ഞത് ഓരോന്നും സത്യങ്ങളാണ്. കാരണം സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമല്ലേ, അത് എന്ന് നമ്മൾ എടുത്തങ്ങോട്ട് മാറ്റി കളയുന്നോ അന്നേ നമ്മുടെ ഒപ്പം 4 പേര് കൂടുള്ളൂ. ഞാൻ എൻ്റെ എന്നുള്ള തോന്നലും അഹങ്കാരവും ആ ഭാവമുള്ള ഒരു മനുഷ്യനും ഒരു കാലത്ത് ഒരാൾക്കും സുഹൃത്താവാനും പറ്റില്ല, ഒരാളുടെ ബന്ധുവാവാനും പറ്റില്ല. ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് സാധാരണ ഒരു മനുഷ്യൻ എന്തുണ്ട് മകനെ എന്ന് എനിക്ക് അഹങ്കരിക്കാന്നുള്ള ചിന്ത എന്നൊന്നും അവൻ്റെ ഉള്ളിലുണ്ടാവണം. കാരണം കുറേ സ്വർണം, ആഭരണം, പൈസ, കാറ്, ബംഗ്ലാവ് ഇതൊക്കെ വിട്ടിട്ട് സാധാരണ പുഴുക്കളുള്ള മണ്ണിലേക്കല്ലേ എല്ലാ മനുഷ്യനും പോണത്. ആ സമയത്ത് എനിക്ക് കോട്ടും ടൈയും വേണം പറഞ്ഞാലൊന്നും ആരും ഇട്ട് തരില്ല. ഒരു വെള്ള പുതപ്പിൽ പോഞ്ഞൊരു നേരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കളയും. എന്തോ കേടുവന്നൊരു വസ്തു കളയുമ്പോൾ ബാക്കി ആർക്കും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിട്ട് നടക്കുന്നതാണ് നമുക്ക് വല്ല ഉപകാരം. ഇനി അതിൻ്റെ ഉള്ളിൽ ഇട്ട ആൾക്കാർ വിടുവോ? ആ കുടിമാന്തി തൈന്ന് എടുത്തിട്ട് പോകില്ല ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഏതോ ഒരു എന്താ പറയുക, ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ പോകും? അങ്ങനെയല്ലേ പോണത്. ഒരു വെള്ള തുണി ആർക്കും വേണ്ടാത്തത് ഈ ഹോസ്പിറ്റലിലൊക്കെ വിരിച്ചിട്ടുണ്ടാവില്ല, അതുപോലത്തെ ഒരു തുണിയിൽ നമ്മളിങ്ങനെ പൊഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഇടുമ്പോൾ നമ്മുടെ ആത്മാവ് അതിൻ്റെ തൊട്ടടുത്തുണ്ടെങ്കിൽ ആലോചിക്കേണ്ടത് എങ്ങനെയൊക്കെ നടന്നു, എന്തൊക്കെ ചെയ്തു, എന്താ കാര്യം എന്നല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം എന്നൊന്നും ഇല്ലാതെ
നല്ല സ്നേഹസ്പർശമായി ഇതുപോലെ ചിരിക്കണമെന്നൊന്നുമില്ല, ഒരു അത്യാവശ്യമൊക്കെ ചിരിച്ചാൽ മതി. ആരുടെ അടുത്ത് പോകുമ്പോൾ ഒരുപാട് അഹങ്കാരം ഒന്നും കാണിച്ചു കഴിഞ്ഞാൽ ആരും ഇന്നത്തെ കാലത്തല്ല എന്നത്തെ കാലത്തും വരില്ല. ഇത് ഇത്തിരി ഓവർ ചിരിയായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താ പറയുക, പേസ്റ്റിൻ്റെ പരസ്യം വന്നിട്ടുണ്ടോ? ഈ ചിരി ഇത്തിരി കൂടുതലായി. ഈ ചിരിക്കൊക്കെ കാരണം എന്താ അറിയോ, അമ്മയ്ക്ക് ഇത്തിരി സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിക്കാർ അമ്മനെ ഇത്തിരി ഇങ്ങോട്ട് മുകളിലേക്ക് ഒന്ന് കയറ്റി വിടുന്നുണ്ട്. എന്ന് വെച്ചാൽ സുന്ദരി അമ്മ, സുന്ദരി ചേച്ചി എന്ന് വെച്ചാൽ അതെന്താ പറയുക അമ്മ, ഇപ്പം എനിക്ക് അമ്മേനെ ഇഷ്ടമാണല്ലോ, എൻ്റെ അമ്മയാണല്ലോ, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മേനത് സുന്ദരി അമ്മ പറയും. അതിൻ്റെ അർത്ഥം അമ്മ മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്, മിസ് കേരള എന്നല്ല. കേൾക്കോ, അത് ഞങ്ങളുടെ സ്നേഹമാണ് കേട്ടോ, ഞാൻ അടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണു, പാവല്ലേ ആ വയസ്സായ അമ്മേനെ അതിന് ഇത്തിരി സുന്ദരി എന്ന് പറയാം. അതങ്ങനെ സന്തോഷമായിട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയുണ്ട് ഒരു സന്തോഷം മനുഷ്യന്മാര്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ഓരോ ദിവസം സുന്ദരി ചേച്ചി, ഉമ്മ ഇതൊക്കെ പറയണത് എന്താ പറയാ, അമ്മേനോടുള്ള ഒരു സ്നേഹമാണ്. അല്ലാണ്ട് അമ്മയ്ക്ക് ഒരുപാട് അതന്നെ അമ്മ, അതിന്റെ അർത്ഥം അമ്മ ഭയങ്കര സുന്ദരിയാണെന്നല്ല. പക്ഷെ അതിന് അല്ല നിനക്ക് അടിക്കാൻ വരണ്ട, അതിൻ്റെ ഒപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ട് അമ്മ അടിക്കാൻ വന്നാൽ മതി. അപ്പോൾ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനാണ്, മനസ്സിലായില്ലേ? നമുക്കൊരാളിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരിൽ കാണുന്ന സൗന്ദര്യം നമുക്ക് വേറെ ഒന്നിനും കാണില്ല. അതുപോലെ അമ്മേനെ ഇഷ്ടപ്പെടുന്നവർക്ക് അമ്മയിലൊരു സൗന്ദര്യം കാണുന്നുണ്ട്. എൻ്റെ അമ്മ ആയതുകൊണ്ട് എനിക്ക് അമ്മയിലൊരു സൗന്ദര്യം കാണുന്നുണ്ട്. അതിനെന്താ അർത്ഥം, എനിക്ക് അമ്മേനോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. എൻ്റെ മനസ്സിൽ നിന്നോട് ഒരുപാട് സ്നേഹമുള്ളപ്പോൾ നീ എനിക്ക് നല്ല സൗന്ദര്യമുള്ളത് പോലെ തോന്നും. നീ എൻ്റെ മകനല്ലേ, അപ്പൊ എന്നോട് അതുപോലെ തന്നെയാണ് അവര്. സ്നേഹം കൊണ്ട് അതേപോലെ ഇപ്പൊ അമ്മയോട് എനിക്ക് കുശുമ്പാണെങ്കിൽ, അസൂയാണെങ്കിൽ, അമ്മയ്ക്ക് സൗന്ദര്യം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുള്ളൂ. ഈ തോന്നലുകളൊക്കെ, ഈ കണ്ണുണ്ടല്ലോ, കണ്ണൊരു എന്താ പറയുക, പ്രത്യേക മായാജാലാണ്, മനസ്സിലായില്ലേ? ഇതിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഭൂമിയിൽ ഏറ്റവും സൗന്ദര്യമുള്ളത്. ആഹാ, ഇപ്പഴാ മനസ്സിലായി. എന്താല്ലേ ചെക്കനെ കാണാൻ ഒരു ഭംഗിയില്ല, പെണ്ണ് നല്ല ഭംഗിയുണ്ട്, എങ്ങനെയാവോ കല്യാണം കഴിച്ചെന്നൊക്കെ ചിലർ പറയും. പക്ഷെ അത് സത്യത്തിൽ അതല്ല സത്യം. ആ ആളുടെ കണ്ടിരിക്കും ആ പെണ്ണ് നല്ല സൗന്ദര്യമുള്ളവളായിട്ട് തോന്നും. അതാണ് അവരുടെ മനസ്സാണത്. അതുപോലെ ആ ചെക്കൻ നല്ല സൗന്ദര്യമുള്ള അവർക്ക് അറിയുള്ളൂ, അവരുടെ കണ്ണുകൾക്കേ അതറിയുള്ളൂ. സ്നേഹിക്കുന്ന രണ്ട് ഹൃദയങ്ങളാണ് തീരുമാനിക്കുന്നത് സൗന്ദര്യം എന്താണെന്നുള്ളത്, മനസ്സിലായില്ലേ? നമ്മുടെ ഈ കണ്ണിൽ കാണുന്ന യഥാർത്ഥ സൗന്ദര്യമാണോ നമ്മുടെ സൗന്ദര്യം? വേറൊരാളുടെ കണ്ണുകൂടെ കാണുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയാണ് സൗന്ദര്യം എന്നുള്ളത്. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് എന്തും, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തും നമുക്ക് സൗന്ദര്യം നിറച്ചതാണ്. അതുപോലെയാണ് സ്നേഹം കൂടുതൽ വരുമ്പോൾ സൗന്ദര്യം തനിയെ തോന്നും, അത്ര തന്നെ ഉള്ളൂ. അതാണ് സൗന്ദര്യം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചു. ഇവർക്ക് ഇന്നിവിടെ കുറച്ച് ബിരിയാണിയൊക്കെ കൊണ്ടുതരും. അവർ വിളിച്ച് പറഞ്ഞത് ഒന്നും വെക്കണ്ടെന്ന്. അപ്പൊ ഇവർക്ക് ഇന്ന് ബിരിയാണിയോ കബാബോ എന്തൊക്കെയുണ്ട്. പക്ഷെ എനിക്കിതാ ഇത് കൂട്ടി ഞാൻ തൈര് ഒഴിച്ച്. അമ്മ ഇതിന്റെ ഒപ്പം ബിരിയാണി കൂട്ടുന്നു? ഇല്ല, ഞാൻ ഈ മത്തൻ്റെ അതിനാണ് വെച്ചത്. അതിൽ ഞാൻ കുറച്ച് തൈര് ഒഴിക്കും ചോറിൽ, എന്നിട്ട് കാന്താരമുളക് ഞെരടും ഉപ്പിടും. ഇതും കൂട്ടി അച്ചാറും കൂട്ടി ഞാൻ കഴിക്കും. എനിക്കത് മതി. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ആ കാന്താരമുളക് എടുത്തിട്ട് അമ്മയുടെ കണ്ണിലോട്ട് ഇടും. നീ എന്തായാലും കണ്ടു ശരിയല്ലോ, നിനക്ക് ഇഷ്ടമുള്ളതാണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ വരുന്നോ? നിങ്ങളുടെ വന്ന അല്ല ബിരിയാണി കൊടുക്കണോ അത് തരാട്ടോ. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നതല്ലേ, അത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പൊ വരൂട്ടോ ആ സമയത്ത്. ഓക്കെ, ബൈ.